ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഇപ്പം നല്ല മഴക്കാലമായില്ലേ, ഈ മഴക്കാലം കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ചക്കയൊക്കെ തീർന്നു പോകൂലേ. അപ്പോൾ നമുക്ക് ചക്ക ഫുൾ ടൈം ഇപ്പോൾ എല്ലാവരുടെ അടുത്ത് 12 മാസവും കഴിക്കണ പ്ലാവൊന്നും ഉണ്ടെന്ന് വരില്ല. അപ്പം നമുക്ക് പച്ചച്ചക്ക 12 മാസവും നമുക്ക് കഴിക്കാൻ വേണ്ടി, നമുക്ക് വേവിച്ചൊക്കെ പുഴുങ്ങിയൊക്കെ കഴിക്കാൻ വേണ്ടി എങ്ങനെ സൂക്ഷിക്കാമെന്നാണ് ഇന്ന് ഞാൻ പറയുന്നത് കേട്ടോ. സാധാരണ ഉണക്കി വെക്കണ രീതിയൊക്കെ ഉണ്ട്, അതൊന്നും അല്ലാണ്ട് പച്ചയ്ക്ക് തന്നെ ഞാൻ ഇവിടെ കുറച്ച് ചക്കയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കണേന്ന് നോക്കാം. അപ്പം ഞാൻ ഇതുപോലുള്ള 2-3 കവർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ചക്കയെല്ലാം നമുക്ക് അരിഞ്ഞത് ഈ കവറിൻ്റെ ഉള്ളിലാക്കാം. അപ്പോൾ ഞാൻ 2 പാക്കറ്റ് ചക്ക കവറിലാക്കിയിട്ട് ഞാൻ തിരിയും കൊണ്ട് ഉരുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അത് ലോക്കായി. ഇനി ഇത് നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയുമോ? ഇത് ഫ്രീസറിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കണം. ഇത് അങ്ങനെ തന്നെ ഇരുന്നോളൂ കേട്ടോ, നല്ല ഐസായി ഇങ്ങനെ ഇരുന്നോളും. ഇനി ഇത് ഉണ്ടാക്കേണ്ട രീതി, നമ്മൾ ഇപ്പോൾ ചക്കയൊക്കെ ഉണ്ട്. ഈ ചക്ക ഇല്ലാത്ത സമയത്ത് ഇത് ഉണ്ടാക്കണേ എങ്ങനെയാണെന്ന് ആ സമയത്ത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇപ്പം ഈ ചക്കയൊക്കെ ഉള്ള സമയമല്ലേ, ഏകദേശമൊക്കെ തീർന്നു വരും. നല്ല മഴയൊക്കെ ആയി എല്ലാം ചാടി തീർന്നു തുടങ്ങുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ഇപ്പോൾ ചക്കയൊക്കെ ഉള്ളവർ ഇങ്ങനെയൊക്കെ സൂക്ഷിച്ച് വെച്ച് നമുക്ക് ചക്ക ഇല്ലാത്ത സമയത്തൊക്കെ എടുത്ത് പുഴുങ്ങാൻ നല്ല കേട്ടോ, നല്ല ടേസ്റ്റും ആട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.